ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കലിമ ചൊല്ലാത്തവരെ തെരഞ്ഞുപിടിച്ച് തീവ്രവാദികൾ കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. നാം വാർത്തകളിൽ കൂടി അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കലിമ? കലിമ ചോദിച്ചതിന് ശേഷമാണ് അവർ വെടിയുതിർക്കുന്നത്. കലിമ ചൊല്ലുവാൻ അറിയാത്തവരെയാണ് അവർ കൊല്ലുന്നത്. കലിമ എന്നത് ഒരു അറബി വാക്കാണ്. വചനം എന്ന് അതിന് അർത്ഥമുണ്ട്. ഷഹാദത്ത് കലിമ, ഇത് ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിത്തറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഇതാണ് ഈ വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. പ്രധാനപ്പെട്ട 6 കലിമകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. കലിമയുടെ പ്രാധാന്യം ഇസ്ലാമിൽ വളരെ വലുതാണ്. അത് ഏകദൈവ വിശ്വാസത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് കലിമ. എന്നാൽ ഒരാൾ കലിമ ചൊല്ലിയില്ല എന്ന ഒറ്റ കാരണത്താൽ അയാളെ കൊല്ലുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നാണ്. ഇത്തരം ഭീകരവാദ ഗ്രൂപ്പുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും രാഷ്ട്രീയമായ ഹിഡൻ അജണ്ടകളും അവർക്കുണ്ടാകും. മതപരമായ ഒരു ന്യായീകരണം അവരിതിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം മുസ്ലിങ്ങളും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരല്ല. അവരുടെ ഇത്തരമുള്ള വ്യാഖ്യാനങ്ങളെല്ലാം അവർ ശക്തമായി എതിർക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സംഭവിച്ച ഈ ഭീകരാക്രമണം, പഹൽഗാമിൽ നടന്ന ഈ ഭീകരാക്രമണം 2 രാജ്യങ്ങളെ യുദ്ധത്തിലേക്കും, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഇന്ത്യൻ ജനതയുടെ ആ ഒരു സാഹോദര്യത്വത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ, അതിനെ ഛിന്നഭിന്നമാക്കുന്ന നിലയിലാണ് തീവ്രവാദികൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ കലിമ എന്ന വാക്ക് ചൊല്ലാൻ അറിയാത്തവരെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുവിട്ടത് അതൊരു ഹിഡൻ അജണ്ടയാണ്, അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മധുവിധു ആഘോഷിക്കാനെത്തിയ 2 യുവമിഥുനങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ കൊല്ലപ്പെട്ടു. അവർ അവൻ്റെ ഷഡ്ഡി ഊരി മാറ്റി നോക്കി, അവൻ ഇസ്ലാമാണോ അല്ലയോ എന്ന് അറിയുവാൻ വേണ്ടി. അതിനുശേഷമാണ് അവനെ കൊന്നത്. അതുപോലെ തന്നെ ഒരു അച്ഛനെ നഷ്ടപ്പെട്ട മകൾ അവരോട് കലിമ ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അറിയില്ല എന്ന് പറഞ്ഞതോടുകൂടി അച്ഛൻ്റെ തലയിലേക്ക് അവർ വെടിയുതിർത്തു. ആ മകളുടെ തലയിലേക്ക് വെടിയുതിർത്തപ്പോൾ മകളുടെ കുഞ്ഞുങ്ങൾ ശക്തമായി അലറിക്കരഞ്ഞപ്പോൾ ഭീകരർ അവരെ വിട്ടിട്ട് പോവുകയുണ്ടായി. എന്നാൽ അപ്പോൾ തന്നെ കാശ്മീരിൽ നല്ലവരായിട്ടുള്ള ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ജനങ്ങൾ. അവിടെ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ഒരു കുതിരസവാരിക്കാരൻ പതിവ് പോലെ തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിനായിട്ട് കുതിരയുമായിട്ട് സവാരിക്കിറങ്ങി. അവിടെ വരുന്ന ഓരോ വിനോദസഞ്ചാരികളെയും ബായി എന്ന് വിളിച്ചുകൊണ്ട്, സഹോദര സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി യാത്ര ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ഭാര്യയും അടങ്ങുന്ന തൻ്റെ കുടുംബത്തെയും പോറ്റിപ്പുലർത്തിക്കൊണ്ടുവന്ന ആ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം സഹോദരൻ, അവൻ ഇന്ത്യക്ക് ഒരഭിമാനമായി മാറുന്ന ഒരു നിമിഷം നമ്മൾ അവിടെ കാണുകയുണ്ടായി. തൻ്റെ പിന്നിൽ നിന്ന് താൻ ഓടിച്ചു കൊണ്ടുപോയിരുന്ന, സവാരി ചെയ്തുകൊണ്ടിരുന്ന കുതിരയുടെ പിറകിൽ ഇരുന്ന ആ സഞ്ചാരിക്ക് നേരെ കലിമ ചൊല്ലുവാൻ തന്നോട് ആദ്യമേ ഫസ്റ്റിലെ വന്ന് സെയ്ദ് ആദിൽ ഹുസൈൻ ഷായുടെ പേര് ചോദിച്ചു. അദ്ദേഹം പേര് പറഞ്ഞു, ഹുസൈൻ ഷാ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ കലിമ ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കലിമ ചൊല്ലി പിറകിലിരിക്കുന്ന ആ സഞ്ചാരി, അദ്ദേഹം ഒരിക്കലും മുൻപ് അറിയുന്ന ഒരു സഞ്ചാരിയല്ല. അദ്ദേഹം ഏത് ജാതിക്കാരനാണെന്ന് ഈ ഹുസൈൻ ഷാ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, ഏത് മതമാണെന്ന് ചോദിച്ചിട്ടില്ല. തനിക്ക് ഉപജീവന മാർഗത്തിന് താൻ കുതിരസവാരിയുമായിട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിലുള്ള ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ അവൻ ആ സഹോദരനോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട് അവനെ യാത്രയായി കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ഈ തീവ്രവാദികൾ ഈ പിറകിലിരിക്കുന്ന ഈ സഞ്ചാരിയോട് ചോദിക്കുന്നത്, നീ അവനോട് കലിമ ചൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഉടനെ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഈ മുസ്ലിം സഹോദരൻ ആ ഭീകരന്റെ കയ്യിലിരുന്ന ആ റൈഫിൾ അത് തട്ടിമാറ്റുകയും അവനെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. എന്നാൽ മറ്റൊരു തീവ്രവാദിയുടെ തോക്കിൽ നിന്ന് ഒരു വെടിയുണ്ട ഈ സെയ്ദ് ഹുസൈൻ ഷായുടെ തലയിൽ പതിക്കുകയും അവൻ മരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരാണ്.
മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അത് മതതീവ്രവാദികൾക്ക് നശിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ത്യയിൽ കെട്ടിപ്പടുത്തപ്പെട്ട സഹോദരി സ്നേഹം. നാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള വാചകം ചൊല്ലിക്കേട്ടാണ് നാം പഠിച്ചത്, വളർന്നത്. ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും നാം സ്നേഹിക്കുന്നു. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. സൃഷ്ടാവും സർവശക്തനുമായ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ജീവൻ എടുക്കുവാനുള്ള ഒരധികാരവും കൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യ ജീവൻ എടുക്കുന്നത് പിശാചാണ്. അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കാനും അല്ലാതെ പിശാച് വരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ കൊടുക്കുവാൻ വരുന്നു. സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന് തൻ്റെ സ്വന്തം ജീവനെ നൽകി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ശ്രമിച്ച ഏകസത്യ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് ഈ ഭൂമിയിൽ 2 തരം മനുഷ്യരേ ഉള്ളൂ. ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്. മറ്റൊന്ന് അനുസരണമുള്ളവര്, മറ്റൊന്ന് അനുസരണമില്ലാത്തവര്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹം എന്ന് പറയുന്നത് അത് അവർണ്ണീയമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രഹാം സ്റ്റെയിൻസ് അവൻ്റെ കുടുംബമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന് കുഷ്ഠരോഗികളുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും തൻ്റെ ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ അവൻ അനേകരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്തത്. എന്നാൽ ആ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വന്ന ആ മിഷണറിയെയും കുടുംബത്തെയും അവൻ്റെ കുഞ്ഞുമക്കളെയും അന്ന് രാത്രിയിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഒരു കൊള്ളരുതാത്ത മനസ്സ് നിമിത്തം അവൻ ആ രാത്രിയിൽ ആ വാഹനത്തിന് തീ വെക്കുകയും ആ കുടുംബം ഒന്നടങ്കം, അവൻ്റെ ഭാര്യ മരിച്ചില്ല, മകളും മരിച്ചില്ല, ബാക്കി ആ 2 കുഞ്ഞുങ്ങളും ആ പിതാവും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രക്ഷപ്പെട്ട് ഓടുവാൻ ആ കുഞ്ഞുങ്ങൾ ശ്രമിച്ചിട്ടും അവനെ രക്ഷപ്പെടുത്താതെ അവരെ കൂട്ടമായിട്ട് കൊല്ലുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിക്ഷ കഴിഞ്ഞ് ആ കുറ്റവാളി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ, അവൻ്റെ മകൾ തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ജീവനോടെ ചുട്ടുകൊന്ന ആ മനുഷ്യനോട് ക്ഷമിച്ചു കൊടുത്തു എന്നുള്ളത് ഈ ക്രൂശിലെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യനെ കൊല്ലുവാനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ വീണ്ടെടുക്കുവാനും മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുവാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യനെയും കൊല്ലുവാനുള്ള അധികാരം ദൈവം ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. ഇതുപോലൊരു ദൈവം ഈ ഭൂമിയിൽ വേറെയില്ല. സകല മാനവരാശിക്കും വേണ്ടി മരിച്ച് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിച്ച കർത്താവായ യേശുക്രിസ്തു അവന് മതവിഭാഗങ്ങളൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ പത്രോസ് അപ്പോസ്തലൻ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ അവൻ കണ്ടു മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു. ഒരു യഹൂദനായ പത്രോസ് തനിക്കത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. മറ്റുള്ള ജാതികളെ അംഗീകരിക്കുക, അവരെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക, അതൊന്നും പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ഒരു ദർശനത്തിലൂടെ പത്രോസിന് ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് ആ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപന്റെ അടുക്കൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളി പത്രോസിനെ അവിടെ അയച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന കാര്യമാണ്, ഏത് ജാതിയിലും ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കണമെന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളാകട്ടെ, നീ ദൈവത്തെ ഭയപ്പെട്ട് നീതിയോടെ പ്രവർത്തിക്കാൻ തക്കോണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തെ അവഗണിക്കുന്ന, ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എവിടെയും മനുഷ്യനോടുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ നീതി പ്രവർത്തിക്കണം എന്നുള്ളതാണ്, നീ ദൈവത്തെ ഭയപ്പെടണം എന്നുള്ളതാണ്. ദൈവ ഭയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രമങ്ങളും ഭീകരവാദങ്ങളും എല്ലാം തലപൊക്കി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇനി വചനത്തെ കേൾക്കുമ്പോൾ ഒരു ദൈവസ്നേഹത്തിലേക്കും ദൈവഭയത്തിലേക്കും വരുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് നിങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, ദൈവം ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം കർത്താവ്. ദൈവസ്നേഹത്തിലേക്ക് അവരെ നടത്തണമേ കർത്താവ്. നീതി പ്രവർത്തിക്കുവാൻ തക്കോണം എല്ലാ മനുഷ്യർക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്തായിട്ട് എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.